ഏവർക്കും നമസ്കാരം. റിയൽ ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലെല്ലാം ആയിട്ട് ഹിന്ദിയുടെ അടിസ്ഥാന വാക്കുകൾ യഹ്, വഹ്, യേ, വേ തുടങ്ങിയ വാക്കുകളും അവയുടെ പ്രയോഗങ്ങളൊക്കെ പഠിച്ചു. നമ്മളെങ്ങനെയാണ് സാധാരണ ഓരോരുത്തരെ അഭിസംബോധന ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് സാധാരണ പ്രായം കൂടിയവരോട് പെരുമാറേണ്ടത്, അങ്ങനെ കുറേ വാക്കുകളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ഒന്ന് മുന്നിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റെപ്പ് നമ്മൾ ഉയരുകയാണ്. നമുക്ക് ഹിന്ദിയുടെ ചെറിയ വ്യാകരണ ഭാഗങ്ങളിലേക്ക്, ഗ്രാമർ ഭാഗങ്ങളിലേക്ക് കടക്കാം. മലയാളത്തിലെ പോലെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ പോലെ തന്നെ ഹിന്ദിയിലും 3 കാലങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. വർത്തമാനകാലം, ഭാവികാലം, ഭൂതകാലം. വർത്തമാൻകാൽ, ഭവിഷ്യത് കാൽ, ഭൂതകാൽ. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ ഹിന്ദിയിൽ വർത്തമാൻകാൽ, വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ്. എന്താണ് വർത്തമാനകാലം എന്ന് ചോദിച്ചാൽ വർത്തമാനകാലം പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് വർത്തമാനകാലം എന്ന് പറയാം. ഹിന്ദിയിൽ വർത്തമാനകാലം പഠിക്കുമ്പോൾ നമുക്ക് ലിംഗം, വചനം, ഏകവചനം, ബഹുവചനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വർത്തമാനകാലത്തിലേക്ക് കടക്കാം. വർത്തമാൻകാൽ. ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് വർത്തമാനകാലം എന്ന് പറയുന്നത്. ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നു, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോക്കാം. കാലം. കാൽ എന്ന് പറഞ്ഞാൽ ടെൻസ് എന്നർത്ഥം. കാലം, കാൽ, टेंस. हिंदी में 3 काल होते हैं. मलयालम के समान, अंग्रेज़ी के समान, इंग्लिश के समान हिंदी में 3 काल होते हैं. ഹിന്ദിയിൽ 3 കാലങ്ങൾ ഉണ്ട്. ഒന്ന് വർത്തമാൻകാൽ, വർത്തമാൻകാൽ. 2 ഭവിഷ്യത് കാൽ. ഭവിഷ്യത് കാലം എന്ന് പറയുമ്പോൾ ഭാവി കാലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 3-മത്തേത് ഭൂതകാൽ. ഭൂതകാൽ, പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമുക്ക് വർത്തമാനകാലം ഇന്ന് പഠിക്കാം. വർത്തമാനകാലത്തിൽ ഒരു ചെറിയ ഒരു ഘട്ടം നമ്മൾ ഇന്ന് പഠിക്കുക. അപ്പോൾ കാൽ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ ടെൻസ് എന്നാണ് അർത്ഥം. കാലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹിന്ദിയിൽ മലയാളത്തിലെ പോലെ ഇംഗ്ലീഷിലെ പോലെ 3 കാലങ്ങളാണുള്ളത്. വർത്തമാനകാലം, ഭവിഷ്യത് കാലം, ഭൂതകാലം. അതിൽ വർത്തമാനകാലമാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ കാലം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ പാടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമായിട്ട് നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. നിരന്തരമായ അഭ്യാസത്തിലൂടെ, നിരന്തരമായ ശ്രവണത്തിലൂടെ നിങ്ങളത് കേൾക്കുമ്പോൾ, നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വർത്തമാനകാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വർത്തമാനകാലം ഇപ്പോൾ സംഭവിക്കുന്നതാണ് വർത്തമാനകാലം എന്ന് പറയും. അപ്പോൾ വർത്തമാനകാലത്തിന് ഹിന്ദിയിൽ 3 ഭേദങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, അതിന് എ കൊടുക്കാം. ഒന്ന് എന്ന് പറയുന്നത് സാമാന്യ വർത്തമാൻകാൽ. സാമാന്യ വർത്തമാൻകാൽ. ഒന്നാമത്തത് സാമാന്യ വർത്തമാൻകാൽ. 2-മത്തേത് ബി താത്കാലിക്. താത്കാലിക് വർത്തമാൻകാൽ. 3-മത്തേത് സന്ദിഗ്ധ വർത്തമാൻകാൽ. സന്ദിഗ്ധ വർത്തമാൻകാൽ. ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഇത് കാണുന്ന കുഞ്ഞ് പ്രേക്ഷകരുണ്ട്, അല്ലെങ്കിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന മക്കളും ഉണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ മാർച്ച് പരീക്ഷാ കാലം വരികയാണ്.
അത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, മക്കൾ നല്ല ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത്, നല്ല ഹിന്ദി ഉപയോഗിക്കുക എന്നുള്ളത്, മെച്ചപ്പെട്ട മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങളേവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ വർത്തമാനകാലിപ്പോൾ പഠിപ്പിക്കുന്നത്. കാലം നന്നായി പഠിച്ചു കഴിയുമ്പോൾ അത് പരീക്ഷ എഴുതുമ്പോൾ കൃത്യമായ ഗ്രാമറായിട്ട് നിങ്ങൾക്കത് എഴുതാൻ കഴിയും. കൂടുതൽ മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ മക്കൾ, ഹൈസ്കൂൾ മക്കളും ഹയർ സെക്കൻഡറി മക്കളും എല്ലാ മക്കളും വളരെ ശ്രദ്ധിച്ച് ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തത് വർത്തമാനകാലത്തിലെ ഒന്നാമത്തെ സാമാന്യ വർത്തമാനകാലത്തിലേക്ക് കടക്കാം. ഇപ്പോൾ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ് ആ വാക്കിൻ്റെ അർത്ഥം. വർത്തമാനകാലം, അതിൽ ഒന്നാമത്തത് സാമാന്യ വർത്തമാനകാലം. എന്താണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ? ഒരു ക്രിയ സാമാന്യമായി നടക്കുന്നു, ഒരു സംഭവം സാധാരണ രീതിയിൽ ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുന്നതാണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറയും. ഞാൻ ചായ കുടിക്കുന്നു, മേ ചായ് പീത്താ ഹൂ, രാമു പാഠശാല ജാത്താ ഹേ, രാമു സ്കൂളിൽ പോകുന്നു, രാമു വിദ്യാലയ ജാത്താ ഹേ, രാമു വിദ്യാലയത്തിൽ പോകുന്നു. ഇവയെല്ലാം നമുക്ക് സാമാന്യ വർത്തമാനകാലത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം സാമാന്യമായി സാധാരണ രീതിയിൽ ഇപ്പോൾ നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറയും. അത് നമുക്ക് ആദ്യം പഠിക്കാം, അത് വിശദമായിട്ട് പഠിക്കാം. അതിനു മുമ്പ് ഇതെന്താണെന്ന് സാധാരണ എന്താണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കാം. രണ്ടാമത്തത് താൽക്കാലിക വർത്തമാനകാലമാണ്. താൽക്കാലിക വർത്തമാനകാലം എന്ന് പറയുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ടെൻസ്. ഞാൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ ഹിന്ദി പഠിച്ചു കൊണ്ടിരിക്കുന്നു, രാമു സ്കൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അവർ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം തുടർച്ചയെ കുറിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ താത്കാലിക വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. അതിന് രഹാഹെ എന്നാണ്. രാമു പാട് രഹാഹെ, രാമു പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സീത ഗീത് ഗാ രഹി ഹെ, സീത പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ തുടർച്ചയെ കുറിക്കാനാണ് താത്കാലിക വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. അടുത്ത് സന്ദിഗ്ധ വർത്തമാനകാലം. എന്താണ് സന്ദിഗ്ധം? മലയാളം വാക്കാണ് സന്ദിഗ്ധം എന്ന് പറയുന്നത്, മലയാളം അല്ലെങ്കിൽ സംസ്കൃത വാക്കാണ്. സന്ദിഗ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം സംശയം എന്നാണ്. അപ്പോൾ സന്ദിഗ്ധ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയത്തോടു കൂടി പറയുന്നതാണ് സന്ദിഗ്ധ വർത്തമാനകാലം. അച്ഛൻ ഓഫീസിൽ പോവുകയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ ഓഫീസിൽ ആയിരിക്കാം, രാമു പഠിക്കുകയായിരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യം നമ്മൾ സംശയത്തോടു കൂടി നമ്മൾ പറയുന്നതാണ് ഈ സന്ദിഗ്ധ വർത്തമാനകാലത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഇനി പഠിക്കാം. ഇന്ന് നമ്മൾ സാമാന്യ വർത്തമാനകാലത്തിലേക്ക് പോവുകയാണ്. സാമാന്യ വർത്തമാനകാലം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവാം. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കുക, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക. വർത്തമാനകാലം ഹിന്ദി ഗ്രാമറിൻ്റെ അടിസ്ഥാനം മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഒരു സ്റ്റെപ്പ് നമ്മളിപ്പോൾ മുകളിലേക്ക് വരികയാണ്. സാമാന്യ വർത്തമാനകാലം ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് സാമാന്യ വർത്തമാനകാലം. ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് സാമാന്യ വർത്തമാനകാലം. ഉദാഹരണത്തിന് രാജു ഹിന്ദി പഠിത്താ ഹേ, രാജു ഹിന്ദി പഠിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മായ ഹിന്ദി പഠിത്തി ഹേ, മായ ഹിന്ദി പഠിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ സാമാന്യ വർത്തമാനകാലത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത്തരത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ നോക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകവചനം എന്താണ്, ബഹുവചനം എന്താണ്, സ്ത്രീലിംഗം എന്താണ്, പുല്ലിംഗം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഏകവചനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ ഏകവചനം എന്ന് പറയുമ്പോൾ ഒരാളാണ്. ബഹുവചനം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലാണ്. ഏകവചനം, ബഹുവചനം. പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം. മലയാളത്തിലാണെങ്കിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ലാതെ നപുംസകലിംഗവും കൂടിയുണ്ട്. ആണും പെണ്ണുമല്ലാത്ത വസ്തുക്കൾ, അവയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ നപുംസകലിംഗം
പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഹിന്ദിയിൽ അതില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഹിന്ദിയിലെ സ്ത്രീലിംഗം പുല്ലിംഗം വാക്കുകളുടെ പ്രയോഗവും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ മനസ്സിലാക്കുക. സ്ത്രീലിംഗമായിട്ടുള്ള വാക്കുകൾ, പുല്ലിംഗമായിട്ടുള്ള വാക്കുകൾ, അതിൻ്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞ് കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തത്, ഇപ്പോൾ രാജു ഹിന്ദി പഠിത്താ ഹെ, രാജു ഹിന്ദി പഠിക്കുന്നു. ഇതെങ്ങനെയാണ് പ്രയോഗത്തിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കുക, സാമാന്യ വർത്തമാനകാലം നമ്മൾ പഠിക്കുന്നത് വർത്തമാനകാലത്തിൽ ഒന്നാമത്തേത് സാമാന്യ വർത്തമാനകാലം അതാണ്. ഇപ്പോൾ സാമാന്യ വർത്തമാനകാലം അതിൽ ഒന്നാമത്തത് കർത്താവ് പുല്ലിംഗം ഏകവചനമാണ് എങ്കിൽ നോക്കുക, നമ്മൾ ആദ്യം ഉദാഹരണമായിട്ട് പഠിച്ച വാക്ക് തന്നെയാണ്. രാജു ഹിന്ദി പഠിക്കുന്നു. രാജു ഹിന്ദി പഠിക്കുന്നു. നോക്കുക, രാജു ഹിന്ദി പഠിത്താ ഹെ. രാജു ഹിന്ദി പഠിത്താ ഹെ. രാജു ഹിന്ദി പഠിക്കുന്നു. നമുക്കറിയാം രാജു തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഹിന്ദി തന്നെയാണ്. അതിൽ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് പഠിത്താ ഹെ എന്ന് വന്നത് എന്ന് നോക്കാം. നോക്കുക, ഇതിൻ്റെ ഗ്രാമർ നിയമമാണ് സാറ് പറയുന്നത്. സാമാന്യ വർത്തമാനകാലത്തിൽ കർത്താവ് പുല്ലിംഗം ഏകവചനമാണ് എങ്കിൽ, ക്രിയാധാതുവിനോടുകൂടി താഹെ എന്ന് ചേർക്കണം. അപ്പോൾ സാമാന്യ വർത്തമാനകാലത്തിൽ കർത്താവ് പുല്ലിംഗം ഏകവചനമാണ് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി താഹെ എന്ന് ചേർക്കണം. നോക്കുക, ഇവിടെ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ക്രിയാധാതു എന്നുള്ളത് പഠാണ്. പട്. അതിൻ്റെ കൂടെ താഹെ കൂടെ ചേർത്താൽ മതി. താഹെ, പടുത്താഹെ. നോക്കുക, അപ്പോൾ സാമാന്യ വർത്തമാനകാലത്തിൽ രാജു ഹിന്ദി പഠിക്കുന്നു എന്നുള്ളതിന് രാജു ഹിന്ദി പഠിത്താഹെ. എങ്ങനെയാണ് ഹിന്ദി പഠിക്കുന്നു അതിൽ പഠിത്താഹെ വന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവ് പുല്ലിംഗം ഏകവചനമാണ് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി താഹെ എന്ന് ചേർക്കണം. അപ്പോൾ ആണ് എൻ്റെ ആൻസർ ഹിന്ദി പഠിത്താഹെ എന്ന് വന്നത്. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. നമ്മൾ ഒന്നാമത്തെ ഉദാഹരണം നോക്കി, അടുത്ത രണ്ടാമത്തേത് കർത്താവ് പുല്ലിംഗം ഏകവചനമായിട്ടുള്ള സെൻറ്റൻസ് ആണ് എന്നുള്ളത് മറക്കരുത്. ആൺകുട്ടികൾ എന്ന് വേണ്ട, ആൺകുട്ടി, കാരണം ഏകവചനമാണ്. ആൺകുട്ടി പാട്ട് പാടുന്നു. ആൺകുട്ടി എന്നുള്ളതിന് അറിയാം എല്ലാം എടുക്കുക. നോക്കൂ, പാട്ട് എന്നുള്ളതിന് ഹിന്ദി പദം ഗീത്. ഹിന്ദി പദം ഗീത്. പാടുന്നു എന്നുള്ളതിൻ്റെ ക്രിയാധാതു ഗായാണ്. പാടുന്നു എന്നുള്ളതിൻ്റെ ക്രിയാധാതു ഗായാണ്. ഗായുടെ കൂടെ നിയമമനുസരിച്ചുള്ള താഹെ അങ്ങ് ചേർത്താൽ മതി, ഗാത്താഹെ എന്ന്. അപ്പോൾ ലഡ്ക ഗീത് ഗാത്താഹെ, ആൺകുട്ടി പാട്ട് പാടുന്നു എന്നുള്ളതാണ്. എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ? അപ്പോൾ നിയമം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുക. ഹിന്ദിയിൽ മലയാളം പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെ കാലങ്ങൾ 3 തന്നെയാണ്. വർത്തമാനകാലം, ഭാവികാലം, ഭൂതകാലം. വർത്തമാൻകാൽ, ഭവിഷ്യത് കാൽ, ഭൂത്കാൽ. അതിൽ ഒന്നാമത്തെ വർത്തമാനകാലമാണ് നമ്മൾ പഠിക്കുന്നത്. വർത്തമാനകാലത്തിലെ മെയിനായിട്ട് വർത്തമാനകാലത്തിനെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. സാമാന്യ വർത്തമാനകാലം, താൽക്കാലിക വർത്തമാനകാലം, സന്ദിഗ്ധ വർത്തമാനകാലം. അതിൽ ഒന്നാമത്തെ സാമാന്യ വർത്തമാനകാലമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സാമാന്യ വർത്തമാനകാലത്തിൻ്റെ നിയമം ഇത്രയേ ഉള്ളൂ. കർത്താവ് പുല്ലിംഗം ഏകവചനമാണ് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി താഹെ എന്ന് ചേർക്കണം. അതാണ് നമ്മൾ ഈ പഠിച്ചത്. ഒന്നാമത്തെ നമ്മൾ പഠിച്ച ഉദാഹരണ വാക്യം എന്ന് പറയുന്നത്
രാജു ഹിന്ദി പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജു നമ്മളെ പേര് അതുപോലെ എഴുതി, ഹിന്ദി എന്നുള്ള പേര് അതുപോലെ എഴുതി. പഠിത്താഹേ, പഠിത്താഹേ എന്ന് പറയുമ്പോൾ പഠിക്കുന്നു. പഠിത്താഹേ, പട് എന്നാണ് ക്രിയാധാതു. പഠ് എന്ന ക്രിയാധാതുവിനോടൊപ്പം താഹേ എന്ന് ചേർത്തു. അപ്പോൾ ഹിന്ദി പഠിത്താഹേ എന്ന് വന്നു. അതുപോലെ ആൺകുട്ടി പാട്ട് പാടുന്നു. ലഡ്ക ഗീത് ഗാത്താഹേ, ലഡ്ക ഗീത് ഗാത്താഹേ, ഗായാണ് ക്രിയാധാതു. ആൺകുട്ടിക്ക് ലഡ്ക, അത് നമുക്കറിയാം. പാട്ട് എന്നുള്ളതിന് ഗീത് ആയിക്കഴിഞ്ഞു. ഇനിയാണ് അടുത്തത് പാടുന്നു എന്നുള്ളത്. പാടുന്നു എന്നതിൻ്റെ ക്രിയാധാതു എന്ന് പറയുന്നത് ഗായാണ്. പാടുന്നു, അതിൻ്റെ കൂടെ ഗാ എന്നുള്ളതിനൂടെ താഹേ ചേർത്തപ്പോൾ ഗാത്താഹേ എന്ന് വന്നു. അപ്പോൾ രാജു ഗീത് ഗാത്താഹേ, രാജു പാട്ട് പാടുന്നു. ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. നോക്കുക, മൂന്നാമത്തെ ഉദാഹരണം. ശ്യാം മലയാളം ബോൾത്താ ഹേ. ഞാൻ ആദ്യം സാമാന്യ വർത്തമാന കാലം ഹിന്ദി സെൻറ്റൻസ് തന്നെ അങ്ങ് എഴുതി. നോക്കുക, ശ്യാം മലയാളം ബോൾത്താ ഹേ. എങ്ങനെ പറയാം മലയാളത്തിൽ? മലയാളത്തിൽ ശ്യാം മലയാളം പറയുന്നു, അല്ലെങ്കിൽ ശ്യാം മലയാളം സംസാരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ പറയുന്നു എന്നുള്ളതിൻ്റെ പറയുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, പറയുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് അല്ലെങ്കിൽ ഹിന്ദി വേർഡിൻ്റെ ക്രിയാധാതു എന്ന് പറയുന്നത് ബോലാണ്. ശ്യാം ഹിന്ദി ബോൽത്താ ഹേ, ശ്യാം ഹിന്ദി ബോൽത്താ ഹേ. ബോൽ എന്നുള്ള ക്രിയാധാതുവിനോടൊപ്പം താഹേ എന്ന് ചേർത്തു. ബോൽ എന്നുള്ള ക്രിയാധാതുവിനോടൊപ്പം താഹേ എന്ന് ചേർത്തപ്പോൾ ബോൽത്താഹേ എന്ന് വന്നു. ശ്യാം മലയാളം ബോൽത്താഹേ, ശ്യാം മലയാളം പറയുന്നു അല്ലെങ്കിൽ ശ്യാം മലയാളം സംസാരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് നമ്മളീ പഠിക്കുന്നത്. സാമാന്യ വർത്തമാനകാലത്തിലെ ഒന്നാമത്തെ ഒരു പോയിൻ്റാണ് കർത്താവ് പുല്ലിംഗം ഏകവചനമായ, പുല്ലിംഗമാണ് ശ്യാം എന്ന് പറയുന്നത്, പുരുഷ ശബ്ദമാണ്, ഒരു ആൺകുട്ടിയുടെ പേരാണ്. ശ്യാം മലയാളം പറയുന്നു, ശ്യാം മലയാളം ബോൽത്താഹേ. ബോൽ എന്നുള്ള ക്രിയാധാതുവിനോടൊപ്പം താഹേ എന്ന് ചേർത്ത്. അപ്പോൾ ഏത് ക്രിയാധാതുവിനോടൊപ്പം ആയാലും താഹേ എന്ന് ചേർത്താൽ അത് സാമാന്യ വർത്തമാനകാലത്തിൽ പുല്ലിംഗ ഏകവചനത്തിലെ പ്രയോഗമാണ് താഹേ എന്നുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.